ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ഇടയ്ക്കിടെ വന്ന് കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാന്യദേഹമാണ് ബഹുമാനപ്പെട്ട TM മാത്യൂസ് തച്ചപ്പിലാവൻ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എനിക്കൊരു പുസ്തകം സമ്മാനിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് മൗനശൈലം എന്നാണ്. മൗനശൈലം. ഇതിലെ പ്രതിപാദ്യമെന്ന് പറയുന്നത് കാലം ചെയ്ത വന്യനായ മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഇത് എഴുതിയത് മാത്യൂസ് റമ്പാച്ചൻ്റെ ശിഷ്യൻ കൂടിയായിരിക്കുന്ന വന്യനായ നഥാനിയേൽ റമ്പാച്ചനാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഷിക്കൂട്ട് ഇംപ്രിൻ്റാണ്. മാത്യൂസ് റമ്പാച്ചനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. 1904 മൈലപ്രായിൽ ജനിച്ച് ഒരു ദൈവവൈദ്യരായി വളർന്ന് വിശുദ്ധിയിൽ വളർന്ന് ഒരു വൈദികനായി, ഒരു റമ്പാച്ചനായി, താപസ ശ്രേഷ്ഠനായി 87-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം പടിഞ്ഞ് മൈലപ്ര ആശ്രമത്തോട് ചേർന്ന കബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മാത്യൂസ് റമ്പാച്ചൻ ഒരു താപസ ശ്രേഷ്ഠനായിരുന്നു. മൗനത്തിൻ്റെ ആധ്യാത്മികത ആഴത്തിൽ സംശീകരിച്ച ഒരു പുണ്യാത്മാവായിരുന്നു. ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസപരമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത, അത്ഭുതങ്ങളൊക്കെ ചെയ്ത ഒരു പുണ്യാത്മാവ്. മാത്രമല്ല ഭാരതീയ ഋഷി പാരമ്പര്യത്തെയും പൗരസ്ത്യ ക്രൈസ്തവ പാരമ്പര്യത്തെയും സമന്വയിപ്പിച്ച ഒരു പുണ്യാത്മാവാണ്. പ്രാർത്ഥന, ഉപവാസം, ധ്യാനം, ആഴത്തുള്ള ദൈവികമായ വിശ്വാസത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറിയ ഒരു വിശുദ്ധനായിരുന്നു, താപസ ശ്രേഷ്ഠനായിരുന്നു. മലയോര പൂനെയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് വനമായിരുന്ന സമയത്ത്, വന്യമൃഗങ്ങൾക്കുള്ള സമയത്ത് അതിലൊക്കെ നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരു പുണ്യാത്മാവ്. ആ പുണ്യാത്മാവ് കാലം ചെയ്ത് 30-ലേറെ വർഷമായിട്ട് ഇപ്പോഴും ആൾക്കാരുടെ ഒക്കെ മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ നിർദീപമായി ഒരു നിലവിളക്കായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ആ പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രലോഭനം ഈ പുസ്തകത്തിൽ 24-ാമത്തെ പേജിൽ ഒരു പ്രേമസംഗമം എന്ന തലക്കെട്ടിൽ വിവരിക്കുന്നുണ്ട്. റമ്പാച്ചൻ ഷമ്മാശനായിരിക്കുന്ന കാലത്ത്, നമുക്കറിയാം ഷമ്മാശൻ യുവാവാണ്, ചുറുചുറുക്കോടെ ഉത്സാഹത്തോടെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ആ കാലത്ത് സ്ത്രീ സമാജങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും ധ്യാനയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരാൾ. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, നല്ല മുഖകാന്തി, നല്ല വാഗ്വൈഭവം, നല്ല ആകാരപടിവ്, നല്ല ശരീരഘടന, ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെ ഈ ഷമ്മാശൻ്റെ ക്ലാസ്സുകളിലും സ്ത്രീ സമാജങ്ങളിലും ഒക്കെ സംബന്ധിച്ചിരുന്ന ഒരു കുലീന ജാതയായ ഒരു ധനിക യുവതി. ആ യുവതിക്ക് ഈ ഷമ്മാശനിൽ അനുരാഗം തുടങ്ങുകയാണ്. അത് ഷമ്മാശൻ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഷമ്മാശൻ്റെ നല്ല നടപ്പും സൽസ്വഭാവവും കണ്ട് അതിൽ ആകൃഷ്ടയാണ് ആ യുവതി. ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്ത, ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതമേ വേണ്ട എന്ന് തീരുമാനമെടുത്ത യുവതി കൂടെയാണ്. ഇതൊന്നും ഷമ്മാശൻ അറിയുന്നേയില്ല. ഒരിക്കൽ ഉച്ചയൂണും കഴിഞ്ഞ് അല്പം വിശ്രമിക്കാനായി ഷമ്മാശൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആരോ വന്ന് കതവിൽ മുട്ടുന്നു. കതവ് തുറന്നപ്പോൾ സുന്ദരിയായ യുവതി കയ്യിലൊരു പൊതിയുമായിട്ട് വാതിൽക്കൽ നിൽക്കുന്നു. പറയുകയാണ്, ഞാൻ ഈ പലഹാരങ്ങളൊക്കെ ഷമ്മാശന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹമേ വേണ്ട, ഒരു കുടുംബജീവിതമേ വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷെങ്കിൽ ഷമ്മാശനെ കണ്ടപ്പോൾ, ഷമ്മാശൻ്റെ സൽസ്വഭാവങ്ങൾ കണ്ടപ്പോൾ, നല്ല നടത്തിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഷമ്മാശനിൽ സ്നേഹം തോന്നുകയും ഷമ്മാശനെ വിവാഹം കഴിക്കണമെന്ന് തോന്നുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഷമ്മാശൻ അതിന് മനസ്സ് വെക്കണം, ഷമ്മാശൻ എന്നെ വിവാഹം കഴിക്കണം. ഷമ്മാശൻ വളരെ ചിന്താക്കുഴപ്പത്തിലായി, വളരെ ആശയക്കുഴപ്പത്തിലായി. തൻ്റെ നിലപാടുകൾക്കെതിരായി, തൻ്റെ തീരുമാനങ്ങൾക്കെതിരായി ഒരു പ്രലോഭനം. താൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ, താനൊരു നാസ്തികവ്രതക്കാരനാണ്, ഒരു ബ്രഹ്മചര്യം ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു സന്യാസി അച്ഛനാകാനുള്ള മോഹം, അതിനെയൊക്കെ തകർക്കുന്ന ഒരു പ്രലോഭനം ഇതാ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് തൻ്റെ കുടുംബം മാത്രമല്ല, തൻ്റെ കുടുംബത്തിലുള്ള ബന്ധപ്പെട്ട എല്ലാവരും വളരെ
സാമ്പത്തികമായ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ബന്ധം തന്നെ മാടി വിളിക്കുകയാണ്. ഷമ്മാശന് വളരെ ആശയക്കുഴപ്പത്തിലായി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് കയീനോട് ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത്: പാപം ഇതാ നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. കായീന് പക്ഷേ അതിനെ കീഴടക്കുവാൻ പറ്റിയില്ല, സാധിച്ചില്ല. കായീൻ പാപം ചെയ്യുക തന്നെ ചെയ്തു. ഇവിടെ പക്ഷേ ഷമ്മാശൻ ദൈവത്തോട് ആലോചിക്കുകയാണ്. ഒടുവിൽ ദൈവം അതിന് ഒരു തീരുമാനം കൊടുക്കുകയാണ്. ആ കുട്ടിയോട് വളരെ ശാന്തമായി പറയുകയാണ്: കുട്ടി, നമ്മുടെ തീരുമാനങ്ങൾക്കെതിരായി സാത്താൻ പ്രവർത്തിക്കുകയാണ്. അവൻ്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ വീഴുവാൻ പാടില്ല. ഇത് സാത്താൻ്റെ പരീക്ഷണമാണ്. നമുക്ക് അതിനെ ജയിച്ചേ മതിയാവും. ദൈവത്തിൽ ആശ്രയിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പലഹാരപ്പൊതി പോലും വാങ്ങിക്കാതെ ആ കുട്ടിയെ വളരെ സ്നേഹപുരസ്സരം മടക്കി അയക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമുക്കതിനെ കീഴടക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾക്കെതിരായി, നമ്മുടെ സത്യവിശ്വാസത്തിനെതിരായി, നമ്മുടെ മനസാക്ഷിക്കെതിരായി, അതെന്തുമായിക്കോട്ടെ, കൈക്കൂലി വാങ്ങിക്കുള്ള പ്രലോഭനമാകാം, അല്ലെങ്കിൽ അനധികൃത സമ്പാദിക്കാനുള്ള ത്വരയാകാം, പ്രലോഭനമാകാം, അല്ലെങ്കിൽ അവിഹിത ബന്ധം അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തോടുള്ള ആ അവിഹിത ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മ്ലേച്ഛത പ്രവർത്തിക്കാനുള്ള പ്രലോഭനങ്ങളാകാം. അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ ആകുമോ? അതിനുവേണ്ടി അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രലോഭനം വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.